ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് എന്ന് വിചാരിക്കുന്നു. വർത്തമാനം പറഞ്ഞു വരുമ്പോൾ അറിയത്തില്ല. സോ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് എൻ്റെ അകത്ത് സംസാരിക്കാനുണ്ട്. അതെല്ലാം ഇന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോളിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ഒക്കെ ഡയറക്റ്റ് മെസ്സേജും പിന്നെ കമൻറ്റുകളും ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കമൻറ്റിൻ്റെ റിപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇത്രയും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കമൻറ്റ് ആകുമ്പോഴത്തേന് അതിനനുസരിച്ചല്ലേ നമുക്കത് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട്, നമ്മൾ ഓൾറെഡി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെലവൻ്റ് ആണ്. സാധാരണഗതിക്ക് ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഓസ്ട്രേലിയയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും മാത്രമല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു ഇൻഫോർമേറ്റീവായൊരു വീഡിയോ ആണെന്നും വളരെയധികം ആൾക്കാർ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പക്ഷേ കുഴപ്പമില്ല, അടുത്ത പുതിയ വീഡിയോസ് ഇനി വരുമ്പം വെളിയിലെ വീഡിയോസും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ ഏറ്റവും പ്രയോജനമാകുന്നത് നിങ്ങളുടെ ഒരു ചെറിയ ലൈക്ക് എന്ന് പറയുക, കമൻറ്റ് എന്ന് പറഞ്ഞാൽ, സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ചെറിയ ഹെൽപ്പ് കൊണ്ടാണ്. വലിയ ചിലവുള്ള പരിപാടിയൊന്നുമല്ല, ഒരു ക്ലിക്ക് ചെയ്താൽ മതി. സോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈഗ്രൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ്. മണി വൈസുള്ള സപ്പോർട്ടായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനന്ന് ഞാൻ അവർക്ക് മറുപടി ഇട്ടിരുന്നു. എനിക്കൊരു 6-7 മാസം മുമ്പ് എനിക്കിട്ടൊരു മെസ്സേജാണ്. അവർക്ക് അന്ന് തന്നെ മറുപടി ഇട്ടിരുന്നു. അതിലപ്പോൾ പിന്നെ നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി വൈസ് ഉള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ മറുപടി ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ സാധാരണഗതിക്ക് ഇതുപോലുള്ള ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിട്ടാണ് ഇത് തന്നെ എടുക്കുന്നത്. അപ്പോൾ മൈഗ്രൻസിന് കിട്ടുന്ന സപ്പോർട്ടുകൾ, ഓക്കെ, ഇതിപ്പോൾ ഗവൺമെൻറ് വൈസ് ആണെന്നുണ്ടെങ്കിൽ മൈഗ്രൻസിന് ഒത്തിരി സപ്പോർട്ടുകളുണ്ട്. നമുക്കറിയാം ഇവിടെ 3 രീതിയിലുള്ള കാറ്റഗറിയാണ് ഇവിടുത്തെ നമ്മുടെ റെസിഡൻസിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, 2 പെർമനൻറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത്, 3 ടെമ്പററി റെസിഡൻസ്. അപ്പോൾ സിറ്റിസൺഷിപ്പിലുള്ള എല്ലാ വ്യക്തികൾക്കും ഓസ്ട്രേലിയൻ ആയതുകൊണ്ട്, അല്ലെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടിയതുകൊണ്ട് ഒരു ഓസ്ട്രേലിയക്കാരന് കിട്ടുന്ന എല്ലാവിധ പരിഗണനകളും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ ആണെങ്കിലും, പിന്നെ ഈ പറയുന്ന പോലുള്ള നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ജോലി പോവുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ടാണെങ്കിലും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സപ്പോർട്ട്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഓസ്ട്രേലിയനായിട്ടുള്ള ഒരു വ്യക്തി വെളിയിലൊരു കൺട്രിയിൽ പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവർക്കൊരു റൈറ്റുണ്ടായി, പ്രശ്നമുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അവരെ ഓസ്ട്രേലിയൻസ്, ഇപ്പം നമ്മൾ പോയെന്ന് പറഞ്ഞാൽ ഇപ്പം ഗാസയിലോ അല്ലെങ്കിൽ പാലസ്തീനിലോ എവിടെയെങ്കിലും പോയി അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ പെട്ടെന്ന് ഓസ്ട്രേലിയൻ എംബസിയെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ സൈന്യം വന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അവർക്കത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഓസ്ട്രേലിയൻ സിറ്റിസൺ എന്ന് പറയുന്നത്. പിന്നെ PR-കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡേഴ്സ് അവരോട് കുറവാണ്. PR-കാരെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 വള്ളത്തെ കാല് വെക്കുന്നവരായതുകൊണ്ട് അവർ ആ രീതിയിൽ ഉള്ള ഒരു സപ്പോർട്ട് മാത്രമേ കൊടുക്കാറുള്ളത്. PR ആയാലേ സിറ്റിസൺ ആകാൻ പറ്റുള്ളൂ, ദാറ്റ് ഈസ് അനദർ കേസ്. പക്ഷേ പെർമനൻറ്റ് റെസിഡൻസ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് 50 to 75% ഒരു സിറ്റിസണിന് കിട്ടുന്ന സപ്പോർട്ട് അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഇതുപോലെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിലുള്ള സപ്പോർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ജോലി നമുക്ക് നഷ്ടപ്പെടുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും വളരെയധികം സപ്പോർട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ മേലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് യു മണി ഫോർ എവറി 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് മണിയുടെ പ്രൊവിഷൻ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഗവൺമെൻറ് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തായി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രശ്നം ഉണ്ടായി, അപ്പോൾ മെഡിക്കെയറിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കിപ്പം 5 രൂപ, കാരണം ഇവിടുത്തെ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 5 രൂപ പോലും മുടക്കില്ലാതെ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ടെമ്പററി റെസിഡൻസിന് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് കൊടുക്കാതെ. കാരണം അവർ ടെമ്പററി ആയി വന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ട ഇപ്പോൾ വെളിയിൽ പോയി ഗാസയിൽ പോയി ഒരു ടെമ്പററി റെസിഡൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവരവരുടെ ഹോം കൺട്രിയാണ് അറിയിക്കേണ്ടത്. നമ്മുടെയൊക്കെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്, പക്ഷേ അവരുടെയൊക്കെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയോ വേറെ ഏതെങ്കിലും കൺട്രികളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു മൈഗ്രൻ്റ് എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയ ഞങ്ങൾ വന്ന് 22ഓളം വർഷങ്ങൾ ഗവൺമെൻറ് ഞങ്ങളെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ ടൈമിലൊക്കെ നമുക്ക് വളരെ ജോലി ഇല്ലാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാസം $1,400, ഏകദേശം 75,000 തൊട്ട് 1,00,000 രൂപ വരെ നമുക്കവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗ്രോസറി ഒക്കെ മേടിക്കാനാണെങ്കിൽ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോവിഡ് ഒരു പ്രോബ്ലം ആയിരുന്നില്ല. യാത്ര എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. പക്ഷേ ജോലി അത്യാവശ്യം നല്ലതായിട്ടുണ്ടായിരുന്നു. കാരണം ഫെൻസിങ്, ടെക്കിങ്, പർഗോളയാണ്ട് കൂടുതലും വെളിയിലാണല്ലോ വർക്ക് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു 4 മാസത്തേനുള്ള വർക്ക് ടുവേർഡ്സ് ദ പാൻഡമിക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വന്ന് കണ്ടിന്യൂ ചെയ്ത വർക്കുകളും അങ്ങനെ കുറഞ്ഞിരുന്നു, എന്നിരിക്കലും കണ്ടിന്യൂ ചെയ്ത് വർക്ക് എടുത്തിരുന്നു. നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഒത്തിരി അധികം മലയാളികൾ അല്ലെങ്കിൽ ഈ ലോക്കൽ ആയിട്ടുള്ള ബിസിനസ്സുകളെല്ലാം ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ഈ ലോണ് ഒക്കെ വീടിൻ്റെ മോർഗേജ് അടയ്ക്കുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു വലിയ തലവേദന. അപ്പോൾ ജോലിക്ക് പോകണം, ജോലി ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിലൊക്കെ ഗവൺമെൻറ് മോർഗേജ് ഫ്രീസ് ചെയ്ത് കൊടുത്തായിരുന്നു. എനിക്ക് വന്ന ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 വർഷത്തോളം ഫ്രീസ് ചെയ്തെന്ന് എൻ്റെ വിചാരം. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ നല്ലതാണ്. മാത്രമല്ല ഈ പറയുന്ന പോലുള്ള കമ്മ്യൂണിറ്റികൾ നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയായി പോകും, ലോൺലി ആയി പോകുമെന്ന് വിചാരിക്കില്ല. നമുക്ക് എല്ലാ രാജ്യക്കാർക്കും അല്ലെ എല്ലാ ഏരിയക്കാർക്കും, ഇപ്പോൾ കോട്ടയംകാർക്ക് വരെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ ചെറിയ കമ്മ്യൂണിറ്റികൾ ഓരോ സ്റ്റേറ്റ് തിരിച്ച് അല്ലെങ്കിൽ ഓരോ ഏരിയ തിരിച്ച് അങ്ങനെയൊക്കെ കമ്മ്യൂണിറ്റികൾ ധാരാളമുണ്ട്. അപ്പം അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെല്ലാം ഒരു കൂട്ടായ്മകളാണല്ലോ, എല്ലാവരും വരിക കൂടുക എന്നുള്ള ഒരു സംഭവം. കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടും നോക്കുന്നവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് ആർക്കാണേലും വേണം അത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ലോൺലി ആയി പോകുമെന്ന് വിചാരിക്കുക വേണ്ട. നമുക്കൊക്കെ ആൾക്കാരെല്ലായിടത്തും ഉണ്ട്. ചില റിമോട്ടായിട്ടുള്ള ഏരിയയിൽ മാത്രമേ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. എന്നിരിക്കലും ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും ആൾക്കാരൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ഇല്ലെന്നല്ല, നല്ലതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയുണ്ട് ഓസ്ട്രേലിയയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആണ്. അതായത് അമേരിക്കയിലും മറ്റുള്ള കൺട്രീസിലും ഒക്കെ നമുക്ക് ഓവർ ടൈം ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെയും ചെയ്യാൻ പറ്റില്ലെന്നല്ല. ഇവിടെ നമുക്ക് ഒരു വീക്കിൽ 20 hours എന്നുള്ള രീതിയിൽ 2 വീക്കിൽ 40 hours എന്നുള്ള ഒരു ചിന്തയാണ്. അതാണ് പ്രോപ്പറായിട്ടുള്ള വർക്ക് ടൈം എന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നത്. അതിന് മുകളിലോട്ട് വരികയാണെങ്കിൽ ഓവർ ടൈം വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ ടൈം വന്നു കഴിഞ്ഞാൽ ഓവർ ടൈമിന് മണി കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അത് വലിയ കാര്യമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. കാരണം പണ്ടത്തെ പോലെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഫോക്കസിൽ മാത്രമല്ല ആൾക്കാർ ഓടുന്നത്, വർക്കും ലൈഫും ബാലൻസ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോഴത്തെ പഠിപ്പിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാം ആ രീതിയിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം വർക്ക് മാത്രമല്ല വർക്കും നമ്മുടെ ഫാമിലി ലൈഫും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലേ പ്രോപ്പറായിട്ടുള്ളത് അല്ലേ എന്താണ് നമ്മൾ വർക്ക് ചെയ്ത് ഒരു 20 വർഷം 15 വർഷം 20 വർഷം വർക്ക് ചെയ്ത് അവസാനം ഫാമിലി ആയിട്ടില്ലാത്ത ഒരു കണക്ഷനും ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷനാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ കറക്റ്റായിട്ട് പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് ആണുള്ളത്. പിന്നെ ജനറലി പീപ്പിൾ 9 to 5 ജോബ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നതാണ്. ഈ 2 രീതിയാണുള്ളത്. നമുക്കിപ്പം ഒരു ദിവസം നമുക്ക് ജോലി വേണ്ടെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്യാം, വീട്ടിലിരിക്കാം, ഫാമിലിയുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, യാത്രകൾ പോകാൻ പറ്റും. ഇവിടെ കാരണം ഭംഗിയേറിയ സ്ഥലങ്ങളാണ് ഉള്ളത്. എവിടെ ചെന്നെന്ന് പറഞ്ഞാലും നമുക്ക് കാണുന്നിടത്തെല്ലാം വളരെ ഭംഗിയേറിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വളരെ കാര്യങ്ങളും പുതിയ മേഖലകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഈസ് വെരി ഗുഡ്. ആൻഡ് ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പോകുമ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ട്രാവല്, റിലാക്സേഷന്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി പറ്റിയ ഏരിയയാണ്. നമുക്കിപ്പോൾ ദൂരോട്ട് പോയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് നമ്മൾ ക്യൂൻസ്ലാൻഡിൽ പോയാൽ കേരളത്തിൻ്റെ അതേ എക്സ്പീരിയൻസോടെ ജീവിക്കാം. തെങ്ങ്, മാങ്ങ, പ്ലാവ്, ചക്ക എന്നൊക്കെ ഉള്ളൊരു ലൈനാണ്. സമയം പെർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡ്രയർ ഏരിയയാണ്, പക്ഷെ എന്നാലും കേരളത്തിൻ്റെ ഒരു ഫീലുള്ളതാണ്. എന്നാൽ മെൽബണിൽ വന്നു കഴിഞ്ഞാൽ ഊട്ടിയിൽ വന്ന ഒരു ഫീലാണ്. കാരണം എപ്പോഴും തണുപ്പും അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ അങ്ങനെ പല ലാൻഡ്സ്കേപ്പിനും പല സ്കൾപ്ചേഴ്സിനും
പല ലാൻഡ്സ്കേപ്പിനും പല രീതികളായതുകൊണ്ട് നമുക്ക് അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു സന്തോഷവും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഓസ്ട്രേലിയയിലെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി എന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് ഉള്ളത് എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ ആൾക്കാരും മൈഗ്രൻസ് വന്ന് ചേരുന്ന ഒരു സ്ഥലമാണല്ലോ ഓസ്ട്രേലിയ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വെളിയിലേക്ക് പോകുന്ന വരുന്നുണ്ടെങ്കിലും വെളിയിലേക്ക് പോകുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. എന്നാൽ വെളിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ എർത്ത് അല്ലെങ്കിൽ വേൾഡ് മുഴുവൻ ഒരു ചെറിയ കോണ്ടിനെൻറ്റിൽ വന്ന ഒരു സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, പല കൺട്രീസിൽ നിന്ന് പൊതുവേ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ വന്ന് ചേരുന്നത് കൊണ്ട് കേരളവും ഒരു മിനി കേരളമാണെന്ന് നമ്മൾ അറിയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു മിനി വേൾഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് വരും. നമുക്ക് അവരുടെ ഫുഡ്, അവരുടെ ഫെസ്റ്റിവൽസ്, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫെസ്റ്റിവലിനെ പറ്റി പറയുമ്പം ഈ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും അതിൻ്റെ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഫെസ്റ്റിവലുകൾ ആൾക്കാർക്ക് അരോചകമായി തീരുന്ന സിറ്റുവേഷനുണ്ട്. അത് അടിച്ചേൽപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പള്ളിയിലൊക്കെ നാട്ടിലൊക്കെ നടത്തുന്ന പോലെ പള്ളി പ്രദർശനം, ചെണ്ട കൊട്ടി ഓരോ സ്ട്രീറ്റ് വഴി നടത്തുന്ന പരിപാടിയൊക്കെ ഇവിടെ ആൾക്കാർ ഒരു ബോധവുമില്ലാതെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അസഹിഷ്ണുതയ്ക്ക് കാര്യമായത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതൊക്കെ ഒരു ലെവൽ വരെ അനുഭവിക്കാനുള്ള ഒരു മൾട്ടി കൾച്ചറൽ കൺട്രി തന്നെയാണ് ഓസ്ട്രേലിയ എന്ന് പറയുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് കാണാൻ എങ്ങനെയുണ്ട് ഓസ്ട്രേലിയയിൽ? ബീച്ചൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു, നല്ലതാണോ? അപ്പോൾ ഇവിടെ ബീച്ച് മാത്രമല്ല, ബീച്ച്, മൗണ്ടൻസ്, ഔട്ട് ബാക്സ്, അങ്ങനെ എല്ലാം, റിവേഴ്സ്, മെഡോസ്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. പല ലാൻഡ്സ്കേപ്പുകൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഈ പറയുന്ന മൃഗങ്ങൾ, അത് കാങ്കറു, അങ്ങനെ കാങ്കറു ആണല്ലോ ഓസ്ട്രേലിയയുടെ മൃഗം. എവിടെ നോക്കിയാലും തിരിഞ്ഞു നോക്കിയാലും കാങ്കറു ആണ്. കാങ്കറു, കോല തുടങ്ങിയുള്ള ആനിമൽസ് എല്ലാം ഇവിടെ ഉണ്ട്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമ്മൾ കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൾച്ചറാണ് നമ്മളിവിടെ പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈവൻ വീട്ടിലൊരു എട്ടുകാലിയെ കണ്ടാലും നമുക്കതിനെ വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ പറയും വീട്ടിലത് ഇരുന്നോട്ട് പ്രാണികളെ തിന്നോളൂ എന്ന് പറയും. അങ്ങനെ ആ എട്ടുകാലി വളർന്ന് പെരുകി അതിൻ്റെ അകത്ത് മുഴുവൻ വൃത്തികേടായി ബുദ്ധിമുട്ടാകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ നമുക്ക് കൊന്നുകളയും. നാട്ടിലിപ്പോൾ ഒരു എട്ടുകാലിയെ അല്ലെ പല്ലിയെ കണ്ടെങ്കിൽ തല്ലിക്കൊല്ലുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളതിനെ ഒരു കപ്പ് വല്ലതും വെച്ചിങ്ങനെ അടച്ച് ഒരു പേപ്പർ വല്ലതും എടുത്ത് അതിനെ വെളിയിൽ കൊണ്ട് വിടുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അത് കുട്ടികൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതായത് എല്ലാ ആനിമൽസുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥിതി ഓസ്ട്രേലിയയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ബീച്ചുകളും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഓസ്ട്രേലിയയിലെ എല്ലാ ബീച്ചുകളും നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ 62 വർഷം എടുക്കും. ഓരോ ദിവസം ഓരോ ബീച്ചായിട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ 62 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ബീച്ചുകളുള്ള ഏരിയയാണ് ഓസ്ട്രേലിയ. ബീച്ചുകൾ ഇഷ്ടമുള്ളവർക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏറ്റവും ഒരു സ്വർഗ്ഗമാണെന്ന് വേണേൽ പറയാം. അത്ര നല്ല സ്ഥലങ്ങളാണ്. എന്നാൽ ഇപ്പം ക്യൂൻസ്ലാൻഡ് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തെങ്ങുകളും നാട്ടിലെ പോലെയുള്ള ബീച്ചുകളും വെള്ളാരം മണലാണ്, നല്ല വെളുത്ത മണലാണ് ഓസ്ട്രേലിയക്കുള്ളത്. അപ്പോൾ അങ്ങനത്തെ മണലുകളൊക്കെയുള്ള ബീച്ചുകളും എല്ലാം ഓസ്ട്രേലിയയിൽ വളരെ സുലഭമാണ്, വളരെ നല്ലതാണ്. അങ്ങനെ ബീച്ചുകളെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, വളരെ നല്ലതാണ്. ബീച്ച് കൾച്ചറും നല്ലതാണ്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഓസ്ട്രേലിയയിൽ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത് വർത്താണോ എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇവിടെ പ്ലെൻറ്റിയാണ്. അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ജോലി, ചില ആൾക്കാർ പറയും ജോലി കിട്ടുന്നില്ലേ എന്ന് പറയും. അവർ വേണ്ട രീതിയിൽ നോക്കാഞ്ഞിട്ടാണ്. ഇഷ്ടം പോലെ ജോലികൾ ഇവിടെയുണ്ട്. നമുക്ക് എവിടെ പോയെന്ന് പറഞ്ഞാലും എന്ത് ജോലി, അതിപ്പോൾ ചില ആൾക്കാരുണ്ട് ആ ലെവലിന് താഴോട്ടുള്ള ജോലികൾ ചെയ്യാറില്ല. ഇവിടെ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ജോലി ചെയ്യാനും നമ്മൾ തയ്യാറായെങ്കിൽ ജോലി കിട്ടാൻ ഒരു മടിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയും ഇവിടെ ജോലി കിട്ടാനായിട്ട് വലിയ പാടാണ്, ഓസ്ട്രേലിയ വന്നിട്ട് ഞങ്ങൾ ശരിക്കും PR എടുത്ത് വന്നത് കഷ്ടമായിപ്പോയി, വേണ്ടായിരുന്നു, കാരണം ജോലി കിട്ടുന്നില്ല. വളരെയധികം ട്രൈ ചെയ്തു, ഞങ്ങൾ കുറേ ഇമെയിലുകൾ അയക്കുന്നുണ്ട്, വളരെയിടത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാം റിജക്ഷനാണ് വരുന്നത്, ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ നാട്ടിലെ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാവുള്ളൂ.
കാരണം നമ്മൾ എന്ത് ജോലി ചെയ്യാനും തയ്യാറായി വേണം വരാൻ. മാത്രമല്ല ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാത്തൊരു കൺട്രിയല്ല, ഇഷ്ടംപോലെ ജോലി അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊരു മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങളായി പോരുത് എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോലി എടുക്കുമ്പോഴത്തേനും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ അങ്ങേറ്റത്തെ ആളെ തള്ളിമറിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും എല്ലാ വർക്ക് പ്ലേസിലും നമുക്ക് ഒരു തമാശ കഥാപാത്രമായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർത്തോടുക, തള്ളി മറിക്കാതിരിക്കുക. നിങ്ങളിപ്പം നാട്ടിലെ വലിയ ഹയർ കാസ്റ്റാണ്, അതായത് വലിയ എൻജിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് PCA ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്താ പറയുന്നത്, ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. എൻജിനീയറിന് എന്ത് PCAയിൽ കാര്യം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കിടക്കുന്നതാണ് ഈ പ്രോബ്ലം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യകാലങ്ങളിൽ വന്ന സമയം തൊട്ട് എനിക്ക് കിട്ടുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്താണ് നമ്മൾ സർവൈവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേണം ചെയ്യാനും. മാത്രമല്ല ജോലിയും ക്ലാസ്സും ആൾക്കാരുടെ മുമ്പിൽ ഈഗോ കാണിക്കുന്നതും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൈമിഷികമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലം വരും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചില ഏറാൻ മൂളികളായിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ്. ഏറാൻ മൂളി, ആ വേർഡിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അത് നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഏറാൻ മൂളി നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസിൻ്റെ ഏറാൻ മൂളി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറാൻ മൂളി, കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറാൻ മൂളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിന് 2 തരത്തിലാണ് അർത്ഥം വരുന്നത്. ഒന്നത് ഇംഗ്ലീഷിൽ നിന്ന് വന്നുകൊണ്ട്, പിന്നെ ഇത് മലയാളത്തിൽ ഉപയോഗിച്ച ഒരു പ്രയോഗത്തിൽ നിന്ന് വന്ന ഒരു വേർഡും കൂടിയാണിത്. ഇംഗ്ലീഷിലെ വേർഡ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ബേസ് എല്ലാം അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ ഒരു വേർഡാണ് ഇംഗ്ലീഷിൻ്റേത്. എനിക്ക് മലയാളത്തിലേത് കൂടുതൽ അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലെ വേർഡ് എന്ന് പറയുന്നത് എറാൻഡ് ബോയ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു പയ്യനെ ഏൽപ്പിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വീട്ടിലെ പേർക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് പോവുക വരിക അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് ഇറാൻഡ് എന്ന് പറയുന്നത്. ഇറാൻഡ് ബോയ് എന്നുള്ള രീതിയിൽ അതിനെ നെറ്റിൽ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റായി തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് രാജാക്കന്മാർ അല്ലെ പ്രഭുക്കന്മാരുടെ അടുത്ത് പോയി നിൽക്കുന്ന ഭൃത്യന്മാർ, അവർ ഇങ്ങനെ വായ പൊത്തി അവർ പറയുന്ന അനുസരിച്ച് റാൻ 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 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റാൻ എന്ന് മൂളി എന്നർത്ഥത്തിലും റാൻ മൂളി എന്നുള്ളത് പിന്നെ ചേർന്നാണ് റാൻ മൂളി. അതായത് പറയുന്നത് അതുപോലെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കൂടുതലും മലയാളത്തിൽ ഇത് ഉപയോഗിച്ച് കാണുന്നത്. അതായത് ഇറയവൻ എന്ന് പറഞ്ഞാൽ രാജാവ്, നാടുവാഴി എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മളിപ്പോൾ ഒരിടത്ത് പോയി, അല്ലെ നിങ്ങൾക്കറിയാം പട്ടാളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമാൻഡർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സർ എന്ന് നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാം. അങ്ങനെയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു പരിപാടിയാണ് ഈ റാൻ എന്ന് പറഞ്ഞാൽ രാജാവേ എന്നാണ് അർത്ഥം. ശരി രാജാവേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ റാൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏറാൻ മൂളി എന്നുള്ളതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരു വ്യക്തി തിരിച്ചൊന്നും പറയാതെ അയാൾ പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് റാൻ മൂളി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനിയിപ്പം നാളത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ചങ്ങാടം എന്നാണ്. നമ്മൾ ഈ ജങ്കാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ചങ്ങാടം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ആ വേർഡ് വന്നത്, എന്താണ് ആ വേർഡിൻ്റെ ഉത്ഭവം, അതാണ് നമ്മൾ നാളെ നോക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിന് താഴെ കുറിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഏറാൻ മൂളി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ടൈം അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓസ്ട്രേലിയയിൽ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് സെക്യൂരിറ്റി ആണല്ലോ. സെക്യൂർ ആയിട്ടുള്ള അല്ലാത്ത ഏരിയാസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ നല്ല ആപ്പിളിൻ്റെ കൂടയ്ക്കകത്ത് ഒരു ചീത്ത ആപ്പിൾ ഉണ്ടാവും എന്നുള്ളൊരു ലോജിക്ക് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ നല്ല സ്ഥലങ്ങളിലും ഒരു ചീത്ത സ്ഥലം ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നല്ല സ്ഥലങ്ങൾ നമ്മൾ പറയുന്നിടത്ത് തന്നെ ചീത്ത സ്ഥലങ്ങളും ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ട് അങ്ങനെ സ്ഥലം. പക്ഷേ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള സ്ഥലം എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം.
അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. പിന്നെ ഹയർ ക്ലാസ്, അതായത് ആദ്യം ഉണ്ടായ സെറ്റിൽമെൻറ്റുകൾ, ആദ്യം ഉണ്ടായ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് മൂവ് ചെയ്ത് വരുന്ന സെറ്റിൽ ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും. അവിടെയൊക്കെ ഓൾമോസ്റ്റ് എപ്പോഴും നല്ലതായിരിക്കും. പിന്നീട് ഇതുപോലുള്ള ഡ്രഗീസോ അല്ല ജോലി ചെയ്യാൻ മേലാത്തവരോ അങ്ങനെയൊക്കെ വരുന്നവർ കൂടുതലും ഇതിന് നകന്നു പോകുന്നതാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കിയാണ് നമുക്ക്, കാരണം നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും വരുന്ന കുട്ടികൾക്കെല്ലാം നല്ല ഹയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ റൂമുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഏരിയാസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാൻ പറ്റും. നമ്മൾ പിന്തുടരുന്ന ഒരു സ്കെയിലാണിത്. ആദ്യമായിട്ട് ആൾക്കാർ വന്ന് ഒരു ഏരിയയിൽ ചൂസ് ചെയ്തിട്ട് അവിടെ താമസിച്ച് തുടങ്ങിയ ഏരിയാസ് എപ്പോഴും പൊതുവേ ഒരു 90% നല്ല ഏരിയ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളിൽ താമസിക്കുക എന്നുള്ളതും കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് സോ ഗുഡ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്കൂളുകളിൽ വിടുക എന്നുള്ളതും മാത്രമല്ല, ഈ സ്കൂളുകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ജോലികൾ ലഭിക്കുക എന്നുള്ളതൊക്കെ നാട്ടിലിപ്പോൾ ഒരു 10% നമുക്കിതിനുള്ള സാധ്യതയെങ്കിൽ അത് ഇവിടെ ഒരു 90% അതിൻ്റെ സാധ്യതയെന്ന് പറയണം. കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് നാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, എഞ്ചിനീയറിംഗ് ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് മടുത്തെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചിലപ്പം ആർട്ടായിരിക്കും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആയിരിക്കും. യു ക്യാൻ ചേഞ്ച് ടു ദാറ്റ്. നിങ്ങൾക്ക് ആ ടൈപ്പിലുള്ള ജോലികൾ കിട്ടും. നാട്ടിലാണെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ജോലികളെ പിന്നീട് കിട്ടത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ വന്നത് നേഴ്സിങ് കാര്യങ്ങളെല്ലാം എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നേഴ്സായിരുന്നു ഞാനിവിടെ. അതിന് ശേഷമാണ് ഞാൻ നിർത്തിയിട്ട് കാർപ്പൻട്രിയിലേക്ക് തിരിഞ്ഞത്. കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺട്രാസ്റ്റ് അല്ലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് താല്പര്യമുള്ള രീതി, നമുക്ക് ഇഷ്ടമുള്ള പോലെ, സന്തോഷമുള്ള പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. പൈസ എന്നുള്ളത് ഏത് ജോലി ചെയ്താലും കിട്ടുന്നത് ഒരുപോലെയാണ്. നാട്ടിൽ ഇപ്പം നമുക്ക് ചെറിയ ജോലിയും വലിയ ജോലിയും എന്നൊക്കെ പറഞ്ഞ് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ് അവാർഡ് വേജസ്, ബേസിക് വേജസ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ ജോലി ചെയ്താലും ഏറ്റവും അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്താലും, ചെറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹാർഡ് വർക്കുകളാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്ലീനിങ് അല്ലെങ്കിൽ വെയിറ്റ്രസിങ് അല്ലെങ്കിൽ കിച്ചൺ ഹാൻഡ്, അങ്ങനെയൊക്കെ ഇച്ചിരി ഹാർഡ് ജോബ്സ് എന്ന് വേണേൽ പറയേണ്ടി വരും. പക്ഷേ അത് ചെയ്താൽ കിട്ടുന്ന പൈസ തന്നെയാണ് കുറച്ചുകൂടെ ഹയർ ആയിട്ട്. ഇപ്പം നിങ്ങൾ പറയുക ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പോൾ പുള്ളിക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ് സാലറിയും ഇതിൻ്റെ സ്റ്റാർട്ടിങ് സാലറി എല്ലാം സെയിം തന്നെയാണ്. കാരണം ഇവിടുത്തെ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതകൾ കുറവല്ല, ജോലി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. നമുക്ക് മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ മനസ്സെന്താണ്, നമ്മൾ സന്തോഷമായി ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ അകത്തെ കാര്യം. പിന്നെ ഇവിടെ ലൈഫ് സ്റ്റൈലും ഹെൽത്ത് കെയറും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഈ ജിം ലൈഫ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വലുതായിട്ട് ചെയ്യുന്നതല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദ കുട്ടികളെ തൊട്ടേ പഠിപ്പിച്ച് വരുന്നൊരു കാര്യമാണ്. വൺ ഓഫ് ദ മെയിൻ തിങ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ചാണെങ്കിലും നല്ലതാണ്. പിന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ്. കാരണം നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങൾ നാട്ടിലെ ഫസ്റ്റ് ക്വാളിറ്റി ആണല്ലോ. ആ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കിട്ടുന്നത്. ആ കിട്ടുന്ന സാധനങ്ങൾ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കാനും മാത്രമല്ല, ഇവിടെ ഫുഡിനാണെങ്കിലും എല്ലാത്തിനും ഒരു ഗ്രേഡ് ഉണ്ട്. അഴുക്ക സാധനങ്ങളൊന്നും വിൽക്കാൻ അത് കടകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അഴുക്ക സാധനങ്ങളൊന്നും കിട്ടാത്ത സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല സാധനങ്ങൾ തന്നെ നമുക്കെല്ലാം ഇപ്പോൾ ഫുഡാണെങ്കിലും ഇങ്ങനെ പ്രോസസ്ഡ് ഫുഡാണെങ്കിലും എല്ലാ സാധനത്തിനും നല്ല സംഭവങ്ങൾ തന്നെ കിട്ടും എന്നുള്ളതാണ്. എല്ലാം വളരെ ബാലൻസ്ഡ് ആണ്. അതായത് നാട്ടിലെ പോലെ ജോലി കൂടുതൽ, വീട് ലൈഫ് കുറവ് എന്നുള്ളതല്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഷിഫ്റ്റ് വർക്കിൻ്റെ ഒരു പ്രയോജനം അതാണ്. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ജോലി ചെയ്യുമ്പോൾ ഒരു മാസത്തെ പൈസ കിട്ടുന്നു. ഇവിടെ നമ്മൾ 1 മണിക്കൂർ ജോലി ചെയ്താൽ ആ വീക്കെൻഡിൽ ആ പൈസ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഷിഫ്റ്റ് വർക്കിൻ്റെ ഒരു പ്രയോജനമാണ്. ഷിഫ്റ്റ് വർക്ക് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. ഞാൻ ഓസ്ട്രേലിയ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യേണ്ട വീട്ടിൽ ഇരിക്കും, കുഴപ്പമില്ല. പെർമനൻറ്റ് വർക്കാണെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. പക്ഷേ ഞാൻ പറയുകയാണ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. നമുക്കിപ്പോൾ പോകേണ്ട, പെർമനൻറ്റ് എടുക്കേണ്ട ടെമ്പററി വർക്ക് എടുത്താൽ മതി. കാഷ്വൽ വർക്ക് എന്ന് പറയും, കാഷ്വൽ വർക്ക് എടുത്താൽ മതി. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏജൻസികളുണ്ട്, ഏജൻസികളിൽ നമ്മൾ പേപ്പേഴ്സ് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ജോലികൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പം പോകണമെങ്കിൽ പോകണ്ടേ നമുക്ക് ആവശ്യം പൈസ നെക്സ്റ്റ് വീക്കിലേക്ക് ഇത്ര ആവശ്യം ഉണ്ടെങ്കിൽ അതിന് മാത്രം വേണ്ടി ജീവിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാരണം ലൈഫ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്, വർക്ക് എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്ന ഒരു കാലം കൂടിയാണല്ലോ.
സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് ഏറ്റവും സ്റ്റേബിളായിട്ടും പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓസ്ട്രേലിയ എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരികയും നിങ്ങളുടെ ഫാമിലി സെറ്റിലാക്കുകയും നാട്ടിലത്തെ സിറ്റുവേഷൻ ഇപ്പോൾ അറിയാമല്ലോ, ഒരു കാരണവശാലും നമുക്കൊരു കുട്ടികൾക്ക് അവിടെ വളർന്നു വരാനോ അവിടെ നിൽക്കാനോ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം ഈ ജനപ്പെരുപ്പം തന്നെ കാരണം. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ജനപ്പെരുപ്പം ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനും പിള്ളേർ സെറ്റിലാവാനും അടുത്ത ഭാവിയിലേക്ക് കടക്കാനും കുഞ്ഞുങ്ങളുടെ പഠനത്തിനും എല്ലാം പറ്റിയ ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓസ്ട്രേലിയയെ പറ്റി ബേസിക് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒട്ടുമിക്ക എല്ലാം തന്നെ ഞാൻ കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി, അത് നമുക്ക് ചെയ്യാം. മാത്രമല്ല ഇവിടെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് യൂണി അബോർഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഹൗസിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനോ PR-കാർക്കോ ആർക്കെങ്കിലും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മൂവ് ചെയ്യണമെങ്കിലോ ഇൻ്റർ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇൻ്റർ ഏരിയയോ ഒക്കെ മൂവ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ അതിന് സർവീസ് ചാർജ് ഉണ്ട്, എന്നാലും അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ 5-6 പേര് വർക്ക് ചെയ്യുന്നു, 6-7 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നമുക്ക് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.